സോ ഞാൻ മോർണിംഗ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡയറക്റ്റ് നമ്മൾ പോർഷനിലേക്ക് പോയായിരുന്നു, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷനിൽ കൂടെ ആഡ് ചെയ്യണം. അതായത് സോഴ്സിനെ കുറിച്ചും LED, ലേസർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഞാനത് മോർണിംഗ് വിട്ടുപോയതാണ്. നമ്മളിത് സ്റ്റാർട്ടിങ് പോലെ തന്നെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകുന്നതിന് ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഒപ്റ്റിക്കൽ സോഴ്സ്. അതിന് മുമ്പ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ രാവിലെ പറഞ്ഞത്. ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, ഒപ്റ്റിക്സും ഇലക്ട്രോണിക്സും നമ്മളൊരു സിംഗിൾ ഡിവൈസിൽ കമ്പൈൻ ചെയ്യുന്നു. അതിനെയാണ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് കൺവേർട്സ് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻടു ഒപ്റ്റിക്കൽ എനർജി, അല്ലേ? അതായത് കറണ്ട് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ഒപ്റ്റിക്കൽ എനർജി ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ സോഴ്സസ്. സോ ദർ ആർ മെയിൻലി 3 ടൈപ്സ്. ഒന്ന് വൈഡ് ബാൻഡ് കണ്ടിന്യൂസ് സ്പെക്ട്ര, അതിന് എക്സാമ്പിളാണ് ഇൻകാൻഡിസെൻറ്റ് ലാമ്പ്. അപ്പോൾ ഈ ഇൻകാൻഡിസെൻറ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും. VLSIയിലൊക്കെ നിങ്ങൾ ഹീറ്റ് സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻകാൻഡിസെൻറ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സോ വൈഡ് ബാൻഡ് എന്ന് വെച്ചാൽ അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് വൈഡ് ബാൻഡ് എന്ന്. നെക്സ്റ്റ് വൺ ഈസ് മോണോക്രോമാറ്റിക് ഇൻകോഹിറൻറ്റ്. സോ മോണോക്രോമാറ്റിക് ഇൻകോഹിറൻറ്റിന് എക്സാമ്പിളാണ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സോ ഈ മോണോക്രോമാറ്റിക് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ മീനിങ്? മോണോക്രോം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയുള്ള ഇതിനെയാണ് മോണോക്രോമാറ്റിക് എന്ന് പറയുന്നത് ലൈറ്റ് ഇമേജിന്. സോ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് വെച്ചാൽ ദർ ഇസ് നോ കളേഴ്സ്, ലൈക്ക് സിംഗിൾ ആയിട്ടുള്ള മോണോക്രോമാറ്റിക് ആയിട്ടുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന് എക്സാമ്പിൾ LED ആണ്. ഇനി LED യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി മോഡ് ഫൈബേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. സോ മൾട്ടി മോഡ് ഫൈബേഴ്സ്, അതുപോലെ തന്നെ സിംഗിൾ മോഡ് ഫൈബേഴ്സ്, ഇതൊക്കെ നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നതായിരിക്കും എന്താണ് ഈ മോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇപ്പോൾ ഇത്രയും അറിയാം. അതിന് മൾട്ടി മോഡിന് എക്സാമ്പിളാണ് LED. തേർഡ് വൺ വരുന്നത് മോണോക്രോമാറ്റിക് കോഹിറൻ്റ് ആണ്. അതിന് എക്സാമ്പിളാണ് എന്ത്? ലേസർ ഡയോഡ്, ഇഞ്ചക്ഷൻ ലേസർ ഡയോഡ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നവരാണ് മൾട്ടി മോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നൗ കോഹിറൻറ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് വേവ്സ് ദാറ്റ് ആർ ഇൻ ഫേസ് വിത്ത് വൺ അനദർ. സോ ഹിയർ നമ്മൾ 2 വേവ്സ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ വേവ്സ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ഇവിടെ 2 വേവ്സിൽ ഫസ്റ്റ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഓക്കെ, 0 സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് വേവും സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഇഫ് ദ സെക്കൻഡ് വേവ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ദാറ്റ് മീൻസ് ദിസ് പോയിന്റ് മൂവ്സ് ടു ഹിയർ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 90 ഡിഗ്രി, അല്ലേ? ഒന്ന് 0 ഒന്ന് 90 ഡിഗ്രി. സോ സെക്കൻഡ് വൺ ഈസ് ഫ്രം 90 ഡിഗ്രി ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഫ്രം 0 ഡിഗ്രി. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദിസ് 2 വേവ്സ് ആർ ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് പറയാം. ബട്ട് ഹിയർ ബോത്ത് ദ വേവ്സ് ആർ ഇൻ ഫേസ്. അപ്പോൾ ഇൻ ഫേസ് വേവിന് എക്സാമ്പിൾ ഏതാണ്? ലേസേഴ്സ് ആണ് അതിന് എക്സാമ്പിൾ. ബട്ട് LED കേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ സൺ അല്ലെങ്കിൽ ലൈറ്റ് ബൾബ്സ് ഒക്കെ എന്തായിരിക്കും? ഇൻകോഹിറൻ്റ് ആയിരിക്കും. ദേ ആർ നോട്ട് ഫ്രം ദ സെയിം ഫേസ്. നൗ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, മോണോക്രോമാറ്റിക് ആണ്, ഇൻകോഹിറൻ്റ് ആണ്. ഇനി അത് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഫോർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ റിക്വയറിങ് എ ബിറ്റ് റേറ്റ് ലെസ് ദാൻ 200 Mbps. അതായത് ബിറ്റ് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ബിറ്റ് റേറ്റ് ലെസ് ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? നേരം 200 Mbps കുറവാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി തന്നെ കുറവായിരിക്കും, അല്ലേ? ഇനി വരുന്നത് ഈ പറയുന്നത് അത് യൂസ് ചെയ്യുന്നത് മൾട്ടി മോഡ് ഫൈബറിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഒപ്റ്റിക്കൽ പവർ ഇൻ ടെൻസ് ഓഫ് മൈക്രോവാട്ട് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ പവർ ടെൻസ് ഓഫ് മൈക്രോവാട്ട് മാത്രമാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് വെരി ലെസ്. നൗ അഡ്വാൻറ്റേജസ് പറയുന്നത് സിമ്പിൾ ഫാബ്രിക്കേഷൻ ആണ്, ലോ കോസ്റ്റ് ആണ്, ലെസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്, അതുപോലെ തന്നെ ലെസ് കോംപ്ലക്സ് സർക്യൂട്ടറി ആണ്. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടറി ഒന്നും വേണ്ട ഇതിന്. ഡിസഡ്വാൻറ്റേജസ് ആണ് എന്ത്? ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഈസ് ലെസ് ഒപ്റ്റിക്കൽ പവർ. അത് പറഞ്ഞിരുന്നു. ഒപ്റ്റിക്കൽ പവർ ടെൻസ് ഓഫ് മൈക്രോവാട്ടിലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പവർ കുറവായിരിക്കും. സെക്കൻഡ് വൺ ഈസ് സ്മോൾ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവാണ്. അപ്പം OCയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്തായിരിക്കും? അവൈലബിൾ ബാൻഡ് വിഡ്ത്ത് മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹിയർ ഇറ്റ് ഈസ് ഓൺലി ലെസ് ദാൻ 50 MHz, അത്രയേ ഉള്ളൂ അതിൻ്റെ അവൈലബിൾ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത്. പിന്നെ വരുന്ന ഹാർമോണിക് ഡിസ്റ്റോർഷൻ, അത് എന്ന് വെച്ചാൽ നോയ്സ് അല്ലെങ്കിൽ ലോസ് ഓഫ് ദ സിഗ്നൽ. പിന്നെ വൈഡ് സ്പെക്ട്രൽ ലൈൻ വിഡ്ത്ത്, ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഈ വൈഡ് സ്പെക്ട്രൽ ലൈൻ വിഡ്ത്ത് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്?
Here you can see both laser and LED, the wavelengths are drawn with respect to light output power. Okay, you can see a sharp point for graph for a laser, while for LED you can see a wide graph. Means what? The laser have high input power for a small small wavelength, while for LED it is spectral width is more. So band of wavelengths of which the source emits light, അതാണ് എന്ത് പറയുന്നത്, ഹൈ ആണെന്ന് പറയുന്നത്. സോ ഫോർ LED it is very wide അല്ലേ, ഒരു വൈഡ് വേവ് ലെങ്ത് വൈഡ് ബാൻഡിൽ വൈഡ് ബാൻഡ് ഓഫ് വേവ് ലെങ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫോർ ലേസർ ഇറ്റ് ഈസ് വെരി ഷാർപ്പ്, ഓൺലി ഫോർ എ സ്മോൾ വേവ് ലെങ്സ് ഇറ്റ് എമിറ്റ്സ് ദ ലൈറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഫോർ ലേസർ ഇറ്റ് വിൽ ബി ഷാർപ്പൻഡ് വൺ ആൻഡ് ഫോർ LED it will be wide one. Now these are the energy state diagram showing absorption, spontaneous emission, stimulated emission, etc. So for the first figure you can see from the state E1 it goes to state E2 by absorbing the that is called absorption. Okay, so you can see the final state, the black dot is the electron. So electrons move to the second band E2. Now for coming to figure B, it is spontaneous emission. That means from the E2 the atom or the electron comes to level E1 by emitting the light, by giving up some of the energy. So it comes to level E1. Now for stimulated emission, it is the same case. We are stimulating from outside. We are forcing the electron to come to the lower band. അതാണ് ഈ മൂന്ന് ഡയഗ്രാം കൂടി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Now direct and indirect band gap materials. So electron transition to conduction band with absorption of photon or from conduction band with emission of photon. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസിഷൻ എപ്പോഴും രണ്ട് തരത്തിൽ നടക്കാം. ഒന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺ, അതായത് ഈ ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകുന്നു, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഫോട്ടോണിനെ എമിറ്റ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും താഴേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ എന്തായി പറയുന്നത്, ഫോട്ടോൺ സ്വീകരിക്കുന്നു, ഫോട്ടോൺ റിജക്റ്റ് ചെയ്യുന്നു എന്നുകൊണ്ടൊക്കെ എന്താണെന്ന് മനസ്സിലാവുക. അതായത് നമ്മൾ ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ്, ഫോർ എക്സാമ്പിൾ LED ഓർ ലേസർ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ LED ലേസർ എക്സെട്ര എന്നതിലൊക്കെയുള്ള ഫോട്ടോൺസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് ലൈറ്റ് ആൻഡ് ഫോണോൺ ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് ഹീറ്റ് ഓർ സൗണ്ട്. ഓക്കെ, സിമിലർ ടു ഫോട്ടോണിനെ പോലെ ഹീറ്റിൽ അല്ലെങ്കിൽ സൗണ്ടിലുള്ള കമ്പോണൻ്റ് ആണ് ഫോണോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പം ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഫോട്ടോണിനെ സ്വീകരിക്കുന്നു, എമിറ്റ് ചെയ്യുന്ന, അതുപോലെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഈ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബോത്ത് എനർജി ആൻഡ് മൊമെൻറ്റം മസ്റ്റ് ബി കൺസേർവ്ഡ്. ഓക്കെ, എനർജിയും കൺസേർവ് ചെയ്യണം, അതുപോലെ മൊമെൻറ്റവും കൺസിഡർ ചെയ്യണം. An electron can have considerable amount of energy but its momentum is very small. Energy എന്ന് പറയുന്ന കൺസിഡറബിൾ എമൗണ്ട് ആകാം, ബട്ട് ദ മൊമെൻറ്റം വിൽ ബി വെരി സ്മോൾ. മൊമെൻറ്റം എന്ന് വെച്ചാൽ h nu ഡിവൈഡഡ് ബൈ c ആണ്. h എന്ന് വെച്ചാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ്, അതുപോലെ c എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്. Now consider the recombination of an electron and a hole accompanied by the emission of photon. അതായത് ഒരു റീകോമ്പിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. റീകോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്, കോമ്പിനേഷൻ, റീകമ്പൈനിങ് ഓഫ് ഇലക്ട്രോൺ വിത്ത് എ ഹോൾ, അതാണ് നമ്മൾ റീകോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസിൽ ഫോർ ദോസ് മെറ്റീരിയൽസ് ദ ഇലക്ട്രോൺ ആൻഡ് ഹോൾ ഹാവ് ദ സെയിം മൊമെൻറ്റം വാല്യൂ. അപ്പോൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് ആകുമ്പോൾ അതിനെന്തായിരിക്കും, ഇലക്ട്രോൺസിനും ഹോൾസിനും എന്തായിരിക്കും, സെയിം മൊമെൻറ്റം വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദ കണ്ടക്ഷൻ ബാൻഡ് മിനിമം ആൻഡ് ദ വാലൻസ് ബാൻഡ് മാക്സിമം എനർജി ലെവൽസ് ഒക്കർ അറ്റ് ദ സെയിം വാല്യൂസ് ഓഫ് മൊമെൻറ്റം. അതായത് കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമവും ബാലൻസ് ബാൻഡിൻ്റെ മാക്സിമവും എവിടെ ആയിരിക്കും, സെയിം വാല്യൂസ് ഓഫ് മൊമെൻറ്റം ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് പറയുന്നത് എന്തിന്, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസിന്. യു ക്യാൻ സീ ഹിയർ ഇലക്ട്രോൺസിനും ഹോൾസിനും എന്തായിരിക്കും, സെയിം എമൗണ്ട് ഓഫ് മൊമെൻറ്റം ആയിരിക്കും ഉണ്ടാവുക. മൊമെൻറ്റം k എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ് പോയിന്റ്
ഹിയർ. ഇലക്ട്രോൺ ട്രാൻസിഷൻ എന്താണ്? കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമവും വാലൻസ് ബാൻഡിൻ്റെ മാക്സിമവും സെയിം മൊമെൻറ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു thus there is a high probability of direct recombination giving rise to emission of photons. അപ്പോൾ ഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഗാലിയം ആർസനൈഡ്, ഗാലിയം അലുമിനിയം ആർസനൈഡ്, ഇന്ത്യം ഗാലിയം ആർസനിക് ഫോസ്ഫൈഡ്, ഇന്ത്യം ഫോസ്ഫറസ്, ദെൻ ഇന്ത്യൻ ഗാലിയം ആർസനൈഡ്. ഇതൊക്കെ ഇനി ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ദ മൊമെൻറ്റം വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഫോട്ടോൺസ്. ഇലക്ട്രോൺസിനും ഫോട്ടോൺസിനും എന്തായിരിക്കും അവിടെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും, മൊമെൻറ്റത്തിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് എക്സാമ്പിൾ. സി യു ക്യാൻ സീ ഹിയർ ദിസ് ഈസ് ദ മാക്സിമം ഓഫ് ദിസ് ഇസ് ദ മാക്സിമം ഫോർ ഹോൾസ് while this is the minimum for conduction band. You can see both are different. While in the other case it was like this and here it is like this. Both are different values of momentum. The recombination results in simultaneous emission of a photon and phonon. Okay. അപ്പോൾ റീകോമ്പിനേഷൻ റിസൾട്ടായിട്ട് എന്തൊക്കെയാണ് വരിക? ഒരു ഫോട്ടോൺ, അതുപോലെ തന്നെ ഒരു ഫോണോൺ ഉണ്ടാവാൻ കാരണം ക്രിസ്റ്റൽ ലാറ്റിസ് വൈബ്രേഷനെ കുറിച്ചും ഡിഫെക്ട്സിനെ കുറിച്ചും ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ഓർഡർ ടു കൺസേർവ് ദ മൊമെൻറ്റം. അപ്പോൾ ഇത് രണ്ട് എമിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മൊമെൻറ്റവും എനർജിയും കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മൊമെൻറ്റം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ എമിറ്റ് ചെയ്ത് കളയുന്നത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ മൊമെൻറ്റം അതേപോലെ നിൽക്കത്തുള്ളൂ. ദ പ്രോബബിലിറ്റി ഓഫ് സച്ച് റീകോമ്പിനേഷൻ ഈസ് ലോ. അപ്പം ഇങ്ങനെയുള്ള റീകോമ്പിനേഷൻ്റെ ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് ഹൈ ഫോർ ദ അതർ കേസ്. മെറ്റീരിയൽസ് വന്നിട്ട് SI-യും GE-യും ആണ്. നൗ വേവ് ലെങ്ത് ആൻഡ് മെറ്റീരിയൽ കമ്പോസിഷൻ. ഞാൻ രാവിലെ എടുത്ത അതേ പോർഷനാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാം. ലാംഡ ഓഫ് ദ എമിറ്റഡ് ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബാൻഡ് ഗ്യാപ്പ് എനർജി EG ഓഫ് ദ മെറ്റീരിയൽ. അത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാംഡ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു HC ഡിവൈഡഡ് ബൈ EG ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ EG എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്? EG ഈസ് ദ എനർജി ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റിക്വയർഡ് എനർജി for the electron to get excited to conduction band or to come to the valence band. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാൻഡ് ഗ്യാപ്പ് എനർജി അതിനെയാണ് നമ്മൾ EG എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Now H is the Planck's constant and C is the velocity of light. Now EG is equal to H into nu എന്ന് നമുക്കറിയാം. Where and nu can be replaced by nu is equal to C by lambda. So EG can be written as EG is equal to HC divided by lambda. Here is an example. ഞാൻ നിങ്ങൾക്കിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ പ്രോബ്ലംസ് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഞാനൊരു പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേറെ ആയിട്ട് ചെയ്യാം, അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം. Here is the solution. I'll do it on the paper. Now the band gap energy and hence lambda depends on the material composition of the emitter. Lambda is also the function of temperature of the device. അപ്പോൾ lambda എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഇറ്റ്സ് ദ ഡിവൈസ് ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷനാണ്. പ്രിൻസിപ്പിൾ ബിഹൈൻഡ് LED is also known as electroluminescence. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. LED എന്താ ബ്ലിങ്ക് ചെയ്യാനുള്ള കാരണം, അതിൻ്റെ LED-യുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോലൂമിനസെൻസ് ആണ്. നൗ LED എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇന്റേണൽ ക്വാണ്ടം എഫിഷ്യൻസി η/I എന്നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈക്വൽ ടു RR ഡിവൈഡഡ് ബൈ RR പ്ലസ് RNR. അതായത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്സ് ഓഫ് റീകോമ്പിനേഷൻ, ഒന്ന് റേഡിയേറ്റീവ് റീകോമ്പിനേഷനും ഒന്ന് നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷനും. അപ്പോൾ ഇവിടെ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ റേറ്റിനെ RR എന്നും നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ റേറ്റിനെ നമ്മൾ RNR എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. The absence of stimulated emissions limits the internal quantum efficiency to 50% for homojunction devices. Now, from equation number 7.2, in the steady state, the total number of carrier recombination per second or the recombination rate RT will be RT is equal to J divided by E into D മീറ്റർ ക്യൂബ്. അത്രയും മീറ്റർ ക്യൂബ് ഇക്വേഷൻ നമ്പർ 7.2 നിന്നും.
ഓക്കെ, ഇക്വേഷൻ നമ്പർ 7.2 നമ്മൾ ടോട്ടൽ റീകോമ്പിനേഷൻ റേറ്റ് ആണ് ഈ ആർ ടി എന്ന് പറയുന്നത്. ഇനി ആർ ടി എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്നറിയാം. ആർ ടി ഈസ് ഈക്വൽ ടു ആർ ആർ പ്ലസ് ആർ എൻ ആർ, അതായത് റേഡിയേറ്റീവും നോൺ റേഡിയേറ്റീവിൻ്റെയും കൂടെ സമ്മാണ്. സോ വെൻ ദ ഫോർവേഡ് ബയാസ്ഡ് കറണ്ട്, അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന കറണ്ടിനെ, അതായത് ഈ കറണ്ടിനെയാണല്ലോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കറണ്ടിനെ നമ്മൾ ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആർ ടിനെ നമുക്ക് എങ്ങനെ എഴുതാം. ജെ ഡിവൈഡഡ് ബൈ ഡി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ആർ ടി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ ഇ. ഓൾസോ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ലൈഫ് ടൈം, അതിനെയാണ് നമ്മൾ ടോ ആർ എന്ന് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ റേഡിയേറ്റീവ് ഇറ്റ് വിൽ ബി ടോ ആർ ആൻഡ് ഫോർ നോൺ റേഡിയേറ്റീവ് ഇറ്റ് വിൽ ബി tau nr. So what happens when we are taking the reciprocals, 1 by tau is equal to 1 by tau r plus 1 by tau nr എന്ന് വരും. So coming to the quantum efficiency, internal quantum efficiency, it is equal to tau divided by tau r. Internal quantum efficiency equation ആണ് tau divided by tau r. Now it can be written as tau quantum efficiency is equal to RR divided by RT, radiative rate divided by total rate. So that is equal to RR divided by RR plus RNR, which is equal to R divided by RT. RT is the total number of radiative recombinations per second. Now rearranging equation number 7.8. This equation, ഈ equation നമ്മൾ rearrange ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർ ടി ഈസ് ഈക്വൽ ടു ഈറ്റ ഇന്റേണൽ എഫിഷ്യൻസി ക്വാണ്ടം എഫിഷ്യൻസി ഇൻറ്റു എന്ത് കിട്ടും, ഇൻറ്റു ഇൻറ്റു ഐ ബൈ ഇ എന്ന് കിട്ടും. ഐ ബൈ ഇ എന്ന് വെച്ചാൽ ആർ ടി ആണ്. സോ ഈറ്റ ഇന്റേണൽ ഈസ് ഈക്വൽ ടു R is equal to eta internal into RT എന്ന് വരും. That is equal to 1 by E. Now RR is also equal to total number of photons generated per second. അതായത് RR എന്ന് പറഞ്ഞാൽ എന്താ, റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, അതിന് ഈക്വൽ ആയിട്ട് ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്. അപ്പോൾ അതിനെ ഫോട്ടോൺസ് എമിറ്റഡിന് ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസിന് ഈക്വൽ ആയിരിക്കും. ഇനി ആ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസിൽ ഓരോ ഫോട്ടോൺസിന് എന്തുണ്ടാവും, വിച്ച് ഇറ്റ് ഹാസ് എനർജി ഈക്വൽ ടു HF ജൂൾസ്. HF ജൂൾസ് എന്ന് പറഞ്ഞാൽ എനർജി ഉണ്ടാവും. സോ ഒപ്റ്റിക്കൽ പവർ ജനറേറ്റഡ്, ടോട്ടൽ ഒപ്റ്റിക്കൽ പവർ ജനറേറ്റഡ് ഇന്റേണലി ബൈ ദ LED-നെ നമുക്ക് പി ഇന്റേണൽ എന്ന് പറഞ്ഞതിനെ എങ്ങനെ എഴുതാം, മേലെയുള്ള RR ഇൻറ്റു HF എന്ന് എഴുതാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഈറ്റ ഇന്റേണൽ ഇൻറ്റു 1 ബൈ ഇ ഇൻറ്റു HF വാട്ട്സ്. അത്രയും വാട്ട്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി വരുന്നത് റേഡിയേറ്റീവ് റീകോമ്പിനേഷന്. ഓക്കെ, ഇത് നമ്മളതിനെ എന്ത് ചെയ്യാണ്, ഈ ഫ്രീക്വൻസിനെ വേവ് ലെങ്തിൻ്റെ ടേംസിൽ എഴുതാണ്. പി ഇന്റേണൽ ഇസ് ഈക്വൽ ടു ഈറ്റ ഇന്റേണൽ ഇൻറ്റു HCI ഡിവൈഡഡ് ബൈ ഇ ലാംഡ വാട്ട്സ്. അത്രയും വാട്ട്സ് എന്ന് എഴുതാണ്. ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്, അതിൻ്റെ ആൻസറും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം ആയിട്ട് അല്ലാതെ നോട്ടിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഇങ്ങനെ പറഞ്ഞ് കാണിച്ചാൽ മനസ്സിലാവത്തില്ല. അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ടോപ്പിക്കിൻ്റെ പേര് വെച്ച് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നൗ ദിസ് വൺ പ്രോബ്ലംസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.